ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശബരി എക്സ്പ്രസ്സിനാണ് യാത്ര തിരിക്കുന്നത്. രാവിലെ 9:40 ശബരി എക്സ്പ്രസ് കോട്ടയത്തെത്തുന്നത്. 2 മാസം മുന്നേ തന്നെ നമ്മൾ തിരുപ്പതിക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതുപോലെ റിട്ടേൺ ടിക്കറ്റും 2 മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിരുന്നു. വൺ സൈഡ് വെറും 395 രൂപ മാത്രമേ കോട്ടയത്ത് നിന്നും തിരുപ്പതിയിലേക്കുള്ളൂ സ്ലീപ്പർ ടിക്കറ്റിന്. അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനുള്ള ദർശൻ ടിക്കറ്റ് 3 മാസം മുന്നേ തന്നെ TTD ആപ്പ് വഴി ബുക്ക് ചെയ്തിരുന്നു. അതുപോലെ ദേവസ്വം ഗസ്റ്റ് ഹൗസിലെ റൂമും TTD ആപ്പ് വഴി ബുക്ക് ചെയ്തിരുന്നു. TTD സൈറ്റ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ വില കുറഞ്ഞ റൂം നമുക്ക് ലഭിക്കും. നല്ല വൃത്തിയും വിസ്താരവുമുള്ള റൂം 231 രൂപയുടെ റൂമാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ രാത്രി 11:55 തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ TTD ആപ്പ് വഴി ബുക്ക് ചെയ്തിരുന്ന ശ്രീനിവാസൻ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ശ്രീനിവാസൻ ഗസ്റ്റ് ഹൗസിലേക്ക്. റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തു. പിറ്റേന്ന് രാവിലെ റെഡിയായി പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകാനായി തിരുപ്പതി ബസ് സ്റ്റാൻഡിലെത്തി. തിരുച്ചെന്നൂർക്കാണ് ബസ് കയറിയത്. ബസ് കയറി തിരുച്ചെന്നൂർക്ക് പത്മാവതി അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിനു ശേഷം പിന്നീട് കാളഹസ്തിയിലേക്ക് പോയി. അപ്പൊ പത്മാവതി ദേവി ക്ഷേത്രത്തില് തിരുപ്പതിയിൽ നിന്ന് പത്മാവതി ക്ഷേത്രത്തിലേക്ക് വെറും 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തിരുച്ചെന്നൂർക്ക് എപ്പോഴും ഒരു 5 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. അപ്പം 5 കിലോമീറ്റർ 20 രൂപയാണ് ബസ്സിന്റെ ചാർജ് വൺ സൈഡ്. അപ്പം പത്മാവതിയിൽ എത്തി. അവിടെ നിന്ന് നമ്മൾ കാളഹസ്തിക്കാണ് പോകുന്നത്. കാളഹസ്തിയിലേക്ക് പോകാൻ വേണ്ടി പത്മാവതിയിൽ നിന്ന് തിരിച്ച് തിരുപ്പതിയിൽ വന്ന് തിരുപ്പതിയിൽ നിന്നും നമ്മൾ കാളഹസ്തിക്കുള്ള ബസ് കയറി. അതും തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരാൾക്ക് 65 രൂപയോളം പോയിന്റ് വരും. തിരുപ്പതിയിൽ നിന്നും കാളഹസ്തിക്ക് 32 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പം കാളഹസ്തിയിൽ ഞങ്ങൾ എത്തി ദർശനം നടത്തി പാതാള ഗണപതിയെ തൊഴുതു. കാളഹസ്തിയിലെ നിരവധി സ്റ്റെപ്പുകൾ കയറിയുള്ള മലയിലും ദർശനം നടത്തി. അപ്പം കാളഹസ്തിയിൽ നിന്ന് നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് അപ്പം ഇവിടെ ഈ കാളഹസ്തി അമ്പലത്തിനകത്തും മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും കയറ്റാൻ സാധിക്കില്ല. അപ്പം പുറമേ നിന്നുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പൊ കാളഹസ്തി ദർശനം നടത്തി പാതാള ഗണപതിയെ തൊഴുതു. അതിനുശേഷം വളരെ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ ആ മലമുകളിലെത്തി. അപ്പൊ മലമുകളിൽ നിന്ന് നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അമ്പലത്തിന്റെ ദൃശ്യം, അതുപോലെ ആ നദി ഒഴുകുന്നതും മലകളും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാളഹസ്തിയിലെ ആ മലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം രാഹു കേതു ദോഷമുള്ളവരൊക്കെ കാളഹസ്തിയിൽ വന്നാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കാളഹസ്തിയിൽ രാഹു കേതു ദോഷ പരിഹാരത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരുപാട് മലയാളികളും എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാളഹസ്തി. അപ്പം രാഹു കേതു ദോഷത്തിന് പരിഹാരത്തിന് വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തിരുപ്പതിയിലെ ശ്രീകാളഹസ്തി ക്ഷേത്രം. അപ്പം കാളഹസ്തിയിൽ അന്നപ്രസാദം ഉണ്ട്. രാവിലെ 11 മണിക്ക് ശേഷമാണ് അവിടെ അന്നപ്രസാദം വിതരണം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കഴിച്ചു. അതിനുശേഷമാണ് പിന്നീട് തിരുപ്പതിയിലേക്ക് യാത്ര തിരിച്ചത്. അപ്പൊ കാളഹസ്തിയിൽ മലയെല്ലാം കയറി വന്നതിന് ശേഷം ആയപ്പോഴത്തേക്ക് ഒരു 11 മണിയോടെ ആയി. ഞങ്ങള് അന്നപ്രസാദത്തിനുള്ള ക്യൂവിൽ നിന്നു. അന്നപ്രസാദം കഴിച്ചതിന് ശേഷം ബസ് കയറി തിരുപ്പതിയിലേക്ക് എത്തി. അപ്പൊ തിരുപ്പതിയിലെ അന്ന് ഞങ്ങൾക്ക് തിരുമലയിൽ ദർശനം വൈകുന്നേരം രാത്രി 9 മണിക്കാണ് ദർശനം. അപ്പൊ എന്തായാലും വൈകുന്നേരം തിരുപ്പതിയിലെത്തി. അവിടെ നിന്ന് ഉടനെ തന്നെ ബസ് കയറി തിരുമലയിൽ എത്തണം. തിരുമലയിൽ എത്തിയതിനു ശേഷം നമ്മളിപ്പോൾ കാണുന്നത് കാളഹസ്തിയിലെ വ്യൂ ആണ്. മലമുകളിൽ നിന്ന് കാളഹസ്തിയിലെ വ്യൂ ആണ് ഈ കാണുന്നത്. കാളഹസ്തി അമ്പലമാണിത്. ഞങ്ങൾ കാളഹസ്തി മലയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ മലമുകളിൽ നിന്ന് കാണാൻ സാധിക്കും. സ്റ്റെപ്പ് കയറി നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ് കാളഹസ്തിയിലെ സ്റ്റെപ്പുകൾ. അതെല്ലാം കയറി ആ മലമുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. തിരിച്ച് ഞങ്ങൾ തിരുപ്പതിയിലെത്തി. അന്ന് രാത്രി 9-ന് ഞങ്ങൾക്ക് ദർശനത്തിനുള്ള ടോക്കൺ കിട്ടിയിരിക്കുന്നത്. തിരുപ്പതി റൂമിലെത്തി ഫ്രഷായി തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്നും സപ്തഗിരി എക്സ്പ്രസ്സിനാണ് തിരുമലയ്ക്ക് യാത്ര തിരിച്ചു. ഇപ്പൊ തിരുപ്പതിയിൽ നിന്നും 23 കിലോമീറ്റർ ദൂരം യാത്രയുണ്ട് തിരുമലയിലേക്ക്. നമ്മളിപ്പോൾ കാണുന്നത് കാളഹസ്തിയിലെ അന്നപ്രസാദം കഴിക്കുന്നതിന് മുന്നേയുള്ള പ്രാർത്ഥനാ ചടങ്ങാണ്. ആദ്യത്തെ വരി ആയതുകൊണ്ട് തന്നെ അവര് ഗോവിന്ദ എന്നുള്ള ശരണം വിളികളോട് കൂടിയാണ് അന്നപ്രസാദം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രാർത്ഥന. നമ്മൾ തിരുപ്പതി തിരിച്ചെത്തി. അവിടെ നിന്ന് സപ്തഗിരി എക്സ്പ്രസ്സിന് തിരുമലയ്ക്കുള്ള ബസ്സിൽ കയറി.
അപ്പം തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്കുള്ള ബസ്സിൽ കയറിയ 1-2 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ അലിപ്പിരി എന്ന സ്ഥലത്തെത്തും. നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ചെക്കിങ്ങിനായിട്ട് ഇറങ്ങണം. ബാഗും ദേഹപരിശോധനയ്ക്കും ശേഷം വീണ്ടും വണ്ടിയിൽ കയറി നേരെ തിരുമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയി. അപ്പൊ തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത് തിരുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് 23 കിലോമീറ്റർ ബസ് ദൂരമുണ്ട്. ആലപ്പിരിയിൽ നിന്ന് നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ കുത്തനെ മലകയറ്റമാണ്. അപ്പോൾ 12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തിരുമലയിലെത്തി. വൈകുന്നേരം 6 മണിയോളം ആയി തിരുമലയിലെത്തിയപ്പം അവിടുന്ന് സ്പെഷ്യൽ എൻട്രി ദർശനത്തിനുള്ള ക്യൂവിൽ വേണം ഞങ്ങൾ നിൽക്കാനായിട്ട്. ആ ക്യൂവിൽ കയറി നമ്മൾ കുറെ ചെന്ന് കഴിയുമ്പോഴാണ് ചെക്കിംഗ് ഉണ്ട്. അതിനു മുന്നേ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വെക്കുവാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പൊ ലോക്കറിൽ വെക്കാൻ കൊടുക്കണം. നമുക്ക് ലോക്കറിൽ വെക്കാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് തരും. ദർശനത്തിന് ശേഷം സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാഗൊക്കെ കൈപ്പറ്റാം. അപ്പം ക്യൂ കോംപ്ലക്സിൽ നമ്മൾ 3.5 മണിക്കൂറോളം കടന്നാണ് നമുക്ക് ദർശനം കിട്ടിയത്. അപ്പം നമ്മൾ ദർശനത്തിനായിട്ട് ചെന്നു. ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേർച്ചക്കുറ്റിയുണ്ട്, ഹുണ്ടി. ആ ഹുണ്ടിയിൽ നമ്മുടെ നേർച്ച ഇട്ടു. അതിനുശേഷം നമ്മൾ നേരെ പിന്നെയും പോകുന്നത് ലഡു കൗണ്ടറിലേക്കാണ്. അപ്പം ലഡു കൗണ്ടറിലേക്ക് പോയി. ലഡു കൗണ്ടറിൽ നമുക്ക് ദർശനം നടത്തിയ ടോക്കൺ വെച്ച് ഒരു ലഡു സൗജന്യമായിട്ട് ലഭിക്കും. അഡീഷണൽ ലഡു വേണമെങ്കിൽ അപ്പോൾ ഒരു ലഡുവിന് 50 രൂപ വെച്ച് നൽകണം. ഇപ്പോഴത്തെ പ്രൈസ് 50 രൂപ വെച്ചാണ്. ദർശനം കഴിഞ്ഞപ്പോൾ രാത്രി ഒരു 9:45 ആയി. അന്ന് രാത്രി ഞങ്ങൾ തിരുമലയിൽ തന്നെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വരാഹസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു. ശരിക്കും നമ്മൾ വരുമ്പോൾ ചെയ്യേണ്ടത് പുഷ്കരണിയിൽ സ്നാനം ചെയ്ത് വരാഹസ്വാമിയെ തൊഴുതിട്ട് വേണം വെങ്കടേശ്വര ഭഗവാനെ തൊഴാൻ. രാവിലെ 5:30 ആകുമ്പോൾ തന്നെ അവിടെ ഒരു അത്യാവശ്യം പ്രകാശമൊക്കെ ആയി. 7 മണിയായപ്പോൾ തന്നെ നല്ല വെയിലും നല്ല വെളിച്ചമൊക്കെ ആയി. തിരുമലയിൽ നിന്ന് ഞങ്ങൾ രാവിലെ 8 മണിയോടുകൂടി തിരുമല ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും തിരുമലയിലുള്ള 7 ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ള ബസ് കിട്ടും. ഒരാൾ 120 രൂപ ഒരാൾക്ക് ടിക്കറ്റ് എടുത്താൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് 7 ക്ഷേത്രങ്ങളിൽ പോയിട്ട് വരാം ആ ടിക്കറ്റിന്. അപ്പൊ പാപവിനാസം, ആകാശഗംഗ, ശ്രീവരി പാതാലം എന്നിവിടങ്ങളിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ശ്രീവരി പാതാലം ആട്ടെ പാപവിനാസം ആട്ടെ. അപ്പൊ തിരുമല എന്ന് പറയുന്ന ഒരു ശ്രീ വെങ്കടേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറി വനമാണ്. ആ വനത്തിനുള്ളിലുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ള ബസ്സാണ് നമ്മൾ 120 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഇനി തിരുപ്പതി പോയിട്ടും അവിടെ പോകാത്തവർ പോകാൻ ശ്രമിക്കുക. ഇപ്പൊ ശ്രീവരി പാതാലുവിലും പാപവിനാസം, ആകാശഗംഗ തുടങ്ങിയ 7 ക്ഷേത്രങ്ങളിൽ നമുക്ക് തിരുമലയിലുള്ള 7 ക്ഷേത്രങ്ങളിൽ പോകാം. അപ്പം ഞങ്ങൾ 8 മണിയായപ്പോഴത്തേക്കും തിരുമല സ്റ്റാൻഡിൽ നിന്ന് ബസ്സിന് കയറി. ആദ്യം പാപവിനാസം പോയി. പാപവിനാസം ഡാമുണ്ട്. ആ ഡാമിന്റെ അകത്തും അതുപോലെ തന്നെ കുറെ ജലപ്രവാഹമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ കുറെ ജലപ്രവാഹമുണ്ട്. അതിന് താഴെ നിന്ന് സ്നാനം ചെയ്യുന്നവരെ നമുക്ക് പാപവിനാസം ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാപവിനാസം ചെല്ലുമ്പം വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ആ പാപവിനാസത്തിനോട് ചേർന്ന് കാണാൻ സാധിക്കും. ഇപ്പം അവിടെയുള്ളവർക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുകയും ഒരുപാട് പേർക്ക് കച്ചവടവും എല്ലാം സാധ്യമാക്കുന്നു. അവിടുത്തെ പാപവിനാസം ഡാമാണ് നമ്മൾ കാണുന്നത്. അവിടെ സ്നാനം ചെയ്യുന്നതാണ് കാണുന്നത് പാപവിനാസത്തില്. അവിടുത്തെ ക്ഷേത്രമാണിത്. പാപവിനാസത്തിനകത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഡാമിനോട് തൊട്ടടുത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡാമിന്റെ വ്യൂ ആണ്, ഡാമിന്റെ താഴെയുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. വനമാണ്, വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്, അതിനോട് ചേർന്നുള്ള ക്ഷേത്രമാണ്. തിരുമലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. അതിനുശേഷം ഞങ്ങൾ ആകാശഗംഗ കണ്ടു. ആകാശഗംഗയിൽ കുറെ സ്റ്റെപ്പ് ഇറങ്ങി ഒരു ക്ഷേത്രമാണ്, അവിടെ പോയി. അവിടുന്ന് പിന്നീട് നമ്മൾ പോകുന്നത് ശ്രീവരി പാതാലുവിലേക്കാണ് പോകുന്നത്. ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ് ശ്രീവരി പാതാലു. നമുക്ക് ശ്രീവരി പാതാലുമാണ് ഈ കാണുന്നത്. ശ്രീവരി പാതാലു അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ക്ഷേത്രം കാണാൻ നമുക്ക് സാധിക്കും. തിരുമല ക്ഷേത്രമാണ് ഈ സ്ഥിതി കാണുന്നത്. നമ്മൾ ശ്രീവരി പാതാലു ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ്. അപ്പൊ കുറെ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ ശ്രീവരി പാതാലുവിലേക്ക് പോകുന്നത്. വനത്തിനകത്ത് യൂക്കാലി മരങ്ങൾ, നല്ല തണുപ്പൊക്കെയാണ് അവിടെ. മലപ്രദേശമാണ്. തിരുമലയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു മലയിലാണ് ഈ ശ്രീവരി പാതാലു സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ പാദം ആദ്യമായിട്ട് പതിഞ്ഞ സ്ഥലം കൂടിയാണ്. ഒരു ചില്ലുകൂടിൻ്റെ അകത്താണ് ഭഗവാന്റെ പാദം. അതിവിടെ ആ സ്റ്റെപ്പുകൾ കയറി അവിടെ ചെന്ന് എല്ലാവരും നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ ആ പാദങ്ങളെ നമസ്കരിക്കുന്നു.
അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ തിരുമല ക്ഷേത്രം കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി പോകുമ്പോൾ തിരുപ്പതി പോകുമ്പോൾ 7 ക്ഷേത്രങ്ങൾ, സപ്തക്ഷേത്രങ്ങൾ കൂടി കാണാൻ പോവുക. തിരുപ്പതിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അപ്പം ഗോവിന്ദ ഹരി ഗോവിന്ദ.